ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. കൂടുതൽ സ്മാർട്ടായി ദുബായ് റോഡുകൾ. വിള്ളലുകൾ കണ്ടെത്താൻ ലേസറും AI സംവിധാനവും. ഗതാഗതം തടസ്സപ്പെടാതെ തന്നെ റോഡുകളുടെ തകരാറുകൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. AI-യും ബിഗ് ഡേറ്റയും സംയോജിപ്പിച്ചുള്ള അത്യാധുനിക റോഡ് പരിപാലനത്തിലൂടെ ദുബായ് മുന്നേറുന്നു. ദുബായിലെ റോഡുകളുടെ ഗുണനിലവാര സൂചിക 96.65%-ലെത്തി. ഗതാഗതം തടസ്സപ്പെടുത്താതെ തന്നെ റോഡുകളുടെ തകരാറുകൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്ന രീതിയാണ് ദുബായ് നടപ്പിലാക്കുന്നത്. ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് റോഡുകളിലെ വിള്ളലുകൾ കണ്ടെത്താനും ഉപരിതലത്തിലെ തടസ്സങ്ങൾ അളക്കാനുമുള്ള സംവിധാനം ദുബായിലുണ്ട്. ഈ വിവരങ്ങൾ തത്സമയം പേയ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കൈമാറുകയും തുടർന്ന് അറ്റകുറ്റപ്പണികൾ എപ്പോൾ വേണമെന്ന് കൃത്യമായി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ട്രാഫിക് സംവിധാനം ഉപയോഗിച്ച് തിരക്കുള്ള സമയങ്ങളിലെ ഗതാഗതം വിശകലനം ചെയ്യുകയും AI വഴി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുകയും ചെയ്യുന്നു. സ്മാർട്ട് സിഗ്നലുകൾ വഴി യാത്രക്കാർക്ക് തത്സമയ വിവരങ്ങൾ നൽകാനും ഇതിലൂടെ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എമിറേറ്റ്സ് എയർലൈൻസിൽ സ്റ്റാർലിങ്ക് വൈഫൈ സംവിധാനം അവതരിപ്പിച്ചു. 40,000 അടി ഉയരത്തിൽ യാത്ര ചെയ്യുമ്പോഴും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം യാത്രക്കാർക്ക് ലഭ്യമാകും. ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനമായ എയർബസ് A380 അടുത്ത തലമുറയിൽപ്പെട്ട സ്റ്റാർലിങ്ക് വൈഫൈ സംവിധാനം എമിറേറ്റ്സ് വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തു. ഇതോടെ 40,000 അടി ഉയരത്തിൽ യാത്ര ചെയ്യുമ്പോഴും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം യാത്രക്കാർക്ക് ലഭ്യമാകും. എല്ലാ ക്ലാസുകളിലെയും യാത്രക്കാർക്ക് വൈഫൈ സൗകര്യം തികച്ചും സൗജന്യമായിരിക്കും. UK-യിലെ ന്യൂക്കയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ A380 വിമാനം ദുബായിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. ഈ വർഷം അവസാനത്തോടെ കൂടുതൽ വിമാനങ്ങളിൽ ഈ സൗകര്യം ഏർപ്പെടുത്താനാണ് എമിറേറ്റ്സ് ലക്ഷ്യമിടുന്നത്. നിലവിൽ എമിറേറ്റ്സിന്റെ 25 ബോയിംഗ് 777 വിമാനങ്ങളിൽ സ്റ്റാർലിങ്ക് വൈഫൈ ലഭ്യമാണ്. ഏകദേശം 6 ലക്ഷത്തിലേറെ യാത്രക്കാർ ഇതിനോടകം ഈ സേവനം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. യാത്രക്കാർക്ക് അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം വലിയ ഉപകാരപ്രദമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിനിൽ നടപ്പ് സാമ്പത്തിക വർഷം 1-ാം പാദത്തിലെ ഫീസ് അടവ് നീട്ടിവെക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് ആശ്വാസകരമാകും. നടപ്പ് സാമ്പത്തിക വർഷം 1-ാം പാദത്തിലെ ഫീസ് അടവ് നീട്ടിവെക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി പുറത്തിറക്കി. സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെയും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിന്റെയും ഭാഗമായാണ് നടപടി. ഹോട്ടലുകൾ, ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾ, ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകൾ, ടൂറിസം വിഭാഗത്തിൽപ്പെടുന്ന റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്കാണ് 1-ാം പാദത്തിലെ ഫീസ് അടവ് നീട്ടിവെക്കാൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നത്. ടൂറിസം മേഖലയിലെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ബിസിനസ്സുകൾക്ക് കൂടുതൽ സാമ്പത്തിക വഴക്കം നൽകുന്നതിന്റെയും ഭാഗമായാണ് തീരുമാനം. ടൂറിസം സ്ഥാപനങ്ങൾ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കും. സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാനും ഇത് ഉപകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.